നമസ്കാരം, എൻ്റെ പേര് വിജയൻ എന്നാണ്. ഇന്ന് നമ്മളിവിടെ നമ്മുടെ ബയോളജി പാർട്ടിലെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഈ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ, ഈ ഒരു ഏരിയ, ഈ ബയോളജി പാർട്ടിലെ ഈ ഏരിയ എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഈ എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ, അന്തസ്രാവി ഗ്രന്ഥികൾ, അതിൻ്റെ ഹോർമോണുകൾ, ആ ഹോർമോണുകളുടെ ധർമ്മങ്ങൾ, ഇവയടങ്ങുന്ന നിരവധി ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനോടകം നമ്മൾ കണ്ടത്. ആ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മളെ കേരള PSCയുടെ LECയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ജില്ലകളിൽ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് അടിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. എൻഡോക്രൈൻ സിസ്റ്റം, മലയാളത്തിൽ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയും. അന്തസ്രാവി വ്യവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ ആകെ വരുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അതിൻ്റെ സെക്രീഷൻസ് ആയിട്ടുള്ള ഹോർമോണുകളുമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് നമ്മുടെ ബോഡിയിലുള്ള ടോട്ടൽ ഗ്ലാൻഡ്സുകൾ, നമ്മുടെ ബോഡിയിലുള്ള ഗ്ലാൻഡ്സുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഗ്ലാൻഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്ന ഗ്ലാൻഡ്സ്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. രണ്ടാമത് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നമ്മുടെ ബോഡിയിലെ ഗ്ലാൻഡുകളാണ്. എന്താണ് ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ്? എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്, വാട്ട് ഈസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന്? ഈ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ഗ്ലാൻഡ്സ്. ഈ ഗ്ലാൻഡുകൾക്ക് ഇവരുടെ സെക്രീഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ ഒരു കറക്റ്റായിട്ട് ഒരു ഡക്റ്റുകളുണ്ട്, ട്യൂബുകളുണ്ട്. ദേ ആർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഡക്റ്റഡ് ഗ്ലാൻഡുകളാണ്, ട്യൂബുള്ള ഗ്ലാൻഡുകളാണ്. ഓക്കെ, ഡക്റ്റഡ് ഗ്ലാൻഡ്സ്. ഇതിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ലിവർ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിളാണ് ലിവർ എന്ന് പറയുന്നത്. കാരണം ആ ലിവറിൻ്റെ സെക്രീഷനാണ് ബൈൽ, പിത്തരസം. അത് ക്യാരി ചെയ്യാൻ അതിന് കറക്റ്റായിട്ടുള്ള ബൈൽ ഡക്റ്റ് മറ്റ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ട്യൂബുകളുള്ള ഗ്ലാൻസുകളെ എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയും. ഇതിന് ലിവർ അല്ലാതെ നമ്മൾ കാണുന്ന മറ്റു ഗ്ലാൻസുകളാണ് എക്സോക്രൈൻ ഗ്ലാൻഡിൽ വരുന്നതാണ്. ലിവർ ഉണ്ട്, പിന്നെ നമ്മുടെ സലൈവറി ഗ്ലാൻസ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. പിന്നെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളെ ലാക്രിമൽ ഗ്ലാൻഡ്, അത് മറ്റൊരു എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിളാണ്, ലാക്രിമൽ ഗ്ലാൻഡ്. പിന്നെ നമ്മളെ വിയർപ്പിൻ്റെ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. അങ്ങനെ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ് എന്ന മീനിങ്ങിലാണ് കാണുന്നത്. വൈ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് തന്നെ ആയിരിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സെക്രീഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യാൻ ഡക്റ്റുകളില്ല. ദേ ആർ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ്, ട്യൂബ്ലെസ് ആണ്, നാളികളില്ല. അവരുടെ സെക്രീഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യാൻ ത്രൂ ഔട്ട് ദ ബോഡി ക്യാരിഡ് ഔട്ട് ചെയ്യാൻ ഒരു കറക്റ്റ് ഡക്റ്റുകളല്ല. ദേ ആർ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ് എന്ന മീനിങ്ങിലാണ് നമ്മൾ രണ്ടും കാണുന്നത്. ഓക്കെ, നമ്മളിന്ന് പഠിക്കുന്നത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ, നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസ് നമ്മൾ പറയുന്ന പേരാണ് ഹോർമോണുകൾ എന്ന്. അല്ലേ, നമുക്കറിയാം ഹോർമോൺസ് എന്ന് പറയും. ഇതിൻ്റെ സെക്രീഷൻസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ബോഡിയിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചും ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ടോപ്പിക്കിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയാനുള്ളത്, നമുക്കറിയാം എത്ര എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നമ്മുടെ ബോഡിയിലുള്ളത്. ത്രൂ ഔട്ട് നമ്മുടെ ബോഡി 8 എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്ലാൻഡുകളെ കുറിച്ച് അത് തന്നെയാണെന്ന് പറഞ്ഞത്. 8 എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളാണ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങും അല്ലേ. ഇവിടെ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, എല്ലാം നമ്മൾ ഹെഡ് ലൊക്കേഷൻ വരുന്നതാണ്. പീനിയൽ ഗ്ലാൻഡ് 1, ഹൈപ്പോതലാമസ് 2 ആൻഡ് പിറ്റ്യൂട്ടറി 3rd, തൈറോയ്ഡ് 4th, 5th നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ്, 6th പാൻക്രിയാസ് ആൻഡ് 7th നമ്മുടെ ഗൊണാഡ്സ്. ഒന്ന് ഞാൻ വിട്ടുപോയി, അത് തൈറോയിഡിൻ്റെ ഇവിടെയാണ്, പാരാതൈറോയ്ഡ്. തൈറോയിഡിൻ്റെ ഇവിടെ 2 തൈറോയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ
പാരാതൈറോയ്ഡ്, എയ്ത്ത് വൺ പാരാതൈറോയ്ഡ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ പീനിയൽ, പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ്, തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ് ആൻഡ് ഗൊണാഡ്സ്. ഇങ്ങനെ 8 എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. 8 അന്തസ്രാവ ഗ്രന്ഥികളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഗ്ലാൻഡ്സുകളെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ പറയുന്നത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചുള്ള പഠനമാണ്. സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചുള്ള പഠനം? എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രിനോളജി. എൻഡോക്രിനോളജി എന്ന പേര്, എൻഡോക്രിനോളജി. സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, എൻഡോക്രിനോളജി. അത് ആദ്യത്തെ പോയിന്റാണ്. പോയിന്റായിട്ട് നമുക്ക് പഠിക്കാം. ദ സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രിനോളജി എന്ന പേരുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എൻഡോക്രിനോളജി, അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. ഇനി ഹു ഈസ് ദ ഫാദർ ഓഫ് എൻഡോക്രിനോളജി? എൻഡോക്രിനോളജിയുടെ പിതാവ് ആരാണ്? എൻഡോക്രിനോളജിയുടെ പിതാവ് ആരാണ്? എഡിസൺ ആണ് എൻഡോക്രിനോളജിയുടെ പിതാവ്. ടി എഡിസൺ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് എൻഡോക്രിനോളജി. എൻഡോക്രിനോളജിയുടെ പിതാവാണ് ടി എഡിസൺ എന്നറിയപ്പെടുന്ന പേഴ്സൺ. തോമസ് എഡിസൺ ആണ് എൻഡോക്രിനോളജിയുടെ പിതാവ്. ടി എഡിസൺ എന്നാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. ഓക്കെ, ടി എഡിസൺ ആണ് എൻഡോക്രിനോളജിയുടെ പിതാവ്. ഇനി നമുക്ക് ഈ ഹോർമോൺ എന്ന വേർഡ്, ദ വേർഡ് ഹോർമോൺ ഫസ്റ്റ് കോയിൻഡ് ബൈ ഹൂ കോയിൻഡ്? ആരാണ് ഹോർമോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? അല്ലെങ്കിൽ ഹോർമോൺ എന്ന പദം സംഭാവന ചെയ്തത് ആരാണ്? ദ വേർഡ് ഹോർമോൺ കോയിൻഡ് ബൈ അനദർ പേഴ്സൺ. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ EH സ്റ്റാർലിംഗ് എന്നറിയപ്പെടുന്ന പേഴ്സൺ. EH സ്റ്റാർലിംഗ് ആണ്. EH സ്റ്റാർലിംഗ് ആണ് ഹോർമോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഓക്കെ, ഇനി നമ്മളിതിൽ ഫസ്റ്റ് ഒരു നാലാമത്തെ നമ്മുടെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡിസ്കവേർഡ് ഹോർമോൺ ഏതാ? ആദ്യമായി കണ്ടെത്തിയ ഹോർമോൺ ഏതാണ്? ഫസ്റ്റ് ഡിസ്കവേർഡ് ഹോർമോണിന്റെ പേരാണ് സെക്രീറ്റിൻ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ആദ്യമായി ഡിസ്കസ് ചെയ്ത ഹോർമോണിന്റെ പേര്. സെക്രീറ്റിൻ ആണ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഹോർമോൺ എന്ന് പറയുന്നത്. 4 പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുന്നത്. ഒന്ന്, ദ സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, എൻഡോക്രിനോളജി, അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. എൻഡോക്രിനോളജിയുടെ പിതാവ്, രണ്ടാമത്തെ പോയിന്റ്, എൻഡോക്രിനോളജിയുടെ പിതാവ് ടി എഡിസൺ എന്നറിയപ്പെടുന്ന പേഴ്സൺ ആണ് എൻഡോക്രിനോളജിയുടെ പിതാവ്. ഇനി ഹോർമോൺ എന്ന പദം, ദ വേർഡ് ഹോർമോൺ ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ദ വേർഡ് ഹോർമോൺ ഫസ്റ്റ് കോയിൻഡ് ബൈ, ആരാണ് ഹോർമോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്? EH സ്റ്റാർലിംഗ് എന്നറിയപ്പെടുന്ന പേഴ്സൺ ആണ്. ഇനി ആദ്യമായി കണ്ടെത്തിയ ഹോർമോൺ ഏതാ? ഫസ്റ്റ് ഡിസ്കവേർഡ് ഹോർമോൺ സെക്രീറ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ആദ്യമായി കണ്ടെത്തിയത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ഒന്നിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ 1 by 1 ആയിട്ട് ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ ഹെഡ് ലൊക്കേഷൻ ആയിട്ടുള്ള 3 എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളുണ്ട്. ഒന്ന് പീനിയൽ ഗ്ലാൻഡ്, സെക്കൻഡ് ഹൈപ്പോതലാമസ് ആൻഡ് തേർഡ് പിറ്റ്യൂട്ടറി. 3ന്റെയും ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് ആണ്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ 4 പോയിന്റുകൾ നമുക്ക് ഇന്ന് കിട്ടി. അടുത്ത് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ഗ്ലാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പൈനിയൽ ഗ്ലാൻഡ്. പൈനിയൽ ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഏത് രീതിയിൽ ചോദിക്കും, എന്തൊക്കെയാണ് അത് വരുന്നത്? പൈനിയൽ ഗ്ലാൻഡ് ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് തവണ ഇതിന് ചോദിച്ചതാണ്. എന്താണ് പൈനിയൽ ഗ്ലാൻഡ്? അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താണ്? ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് ഇത്, ഈ പൈനിയൽ ഗ്ലാൻഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും മലയാളത്തിലാണെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ബോഡിയിലെ ഒരു അന്തസ്രാവ ഗ്രന്ഥി ഏതാണ്? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്ലാൻഡാണ് ഇത്, പൈനിയൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് പൈനിയൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഈ പൈനിയൽ ഗ്ലാൻഡ്, ഓക്കെ, ഇത് 2 രീതിയിൽ പ്രൊനൗൺസ് ചെയ്യും. ചിലവർ ഇത് പൈനിയൽ ഗ്ലാൻഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യും, ആൻഡ് സം ഓഫ് ദം ആർ പ്രൊനൗൺസ് ഇറ്റ് ആസ് പീനിയൽ ഗ്ലാൻഡ്. ചില മലയാള പുസ്തകങ്ങളിൽ പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. 2 കറക്റ്റാണ്, പീനിയൽ ഗ്ലാൻഡ് ഓർ പൈനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ, പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് നമ്മളിത് പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ഹോർമോൺ നമുക്ക് എല്ലാവർക്കും അറിയാം, മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഫസ്റ്റ് ഹോർമോൺ. പീനിയൽ ഗ്ലാൻഡ് 2 ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മെലാട്ടോണിൻ ആൻഡ് സെക്കൻഡ് വൺ സെറാട്ടോണിൻ എന്ന് പറയുന്നത്. സെറാട്ടോണിൻ, മെലാട്ടോണിനും സെറാട്ടോണിനും, രണ്ടാമത്തെ ഹോർമോൺ സെറാട്ടോണിൻ.
മെലാറ്റോണിൻ ആൻഡ് സെറാട്ടോണിൻ. ഇങ്ങനെ രണ്ട് ഹോർമോണുകളാണ് പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷനുകളിലേക്ക് പോകാം. മെലാറ്റോണിൻ, അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളാണ്. ഫസ്റ്റ് വൺ മെലാറ്റോണിൻ ആൻഡ് സെക്കൻഡ് വൺ സെറാട്ടോണിൻ. ഈ മെലാറ്റോണിൻ എന്ത് ഫംഗ്ഷനാണ് ഇവിടെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ മെലാറ്റോണിൻ എന്തൊക്കെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. മെലാറ്റോണിൻ ചെയ്യുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെലാറ്റോണിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ, മെലാറ്റോണിൻ ഹെൽപ്സ് കീപ്സ് ദ 24 hours rhythm. അതായത് 24 hours rhythm കീപ്പ് ചെയ്യുന്ന 24 hours rhythm കീപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. 24 hours rhythm കീപ്പ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. എന്ന് വെച്ചാൽ ഈ 24 hours rhythm കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവതാളം, നമ്മുടെ ജീവതാളത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ, വിച്ച് ഈസ് സെക്രീറ്റഡ് ഫ്രം പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ജീവതാളം, അതായത് അതിൻ്റെ ഒരു ബയോളജി കൊടുക്കുന്നത് സർക്കാഡിയൻ റിതം എന്നാണ് പറയുന്നത്. സർക്കാഡിയൻ റിതം, ജീവതാളം, 24 hours റിതം. ഇനി ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരികയാണ്. ഈ 24 hours റിതം എന്ന് മെലാറ്റോണിൻ മെയിൻ ചെയ്യുന്ന എന്തൊക്കെ ഘടകങ്ങളാണ്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പറയുന്നത് ഈ മെലാറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോലെ, അതായത് ആപ്ലിക്കേഷൻ ലെവലിലും ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന്, ഇതിന് ഈ മെലാറ്റോണിൻ നമ്മുടെ ബോഡിയിൽ പോസിബിൾ ആക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്താണ്? ഉറങ്ങലും ഉണരലും സാധ്യമാകും. ഫസ്റ്റ് പോയിന്റ്, മെലാറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്താണ്? സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ് എന്ന് പറയുന്നത്. സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ്, ഉറങ്ങലും ഉണരലും സാധ്യമാക്കുന്ന ഒരു ഹോർമോണാണ് സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ്. ഉറങ്ങലും ഉണരലും സാധ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ബയോളജിക്കൽ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഗ്ലാൻഡ് പീനിയൽ ഗ്ലാൻഡ്, ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ മെലാറ്റോണിനാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ് ഒന്നാമതായിട്ടുള്ളത്, ഉറങ്ങാൻ സഹായിക്കുക, ഉണരാൻ സഹായിക്കുക. ആക്ച്വലി ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെയാണ്, എന്താണ് ഈ ഹോർമോൺ? നമ്മൾ രാത്രി 10, 10:30, 11 മണിയായി നമുക്ക് ഈ ഉറക്കം വരണമെങ്കിൽ നമ്മുടെ ഈ പീനിയൽ ഗ്ലാൻഡ് നമ്മുടെ ബ്ലഡിലേക്ക് ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ നടക്കണം. അങ്ങനെ മെലാറ്റോണിൻ്റെ അളവ് ബ്ലഡിൽ നമ്മുടെ ബോഡിയിൽ കൂടി വരുമ്പോഴാണ് നമുക്ക് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് വരുന്നത്, ഉറങ്ങും നമ്മൾ. പിന്നെ നമ്മൾ മോർണിംഗിൽ ഇതിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ വേക്കപ്പ് ചെയ്യുന്നത്, ഉണരുന്നത്. അതാണ് ഈ സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ്, ഉറങ്ങലും ഉണരലും സാധ്യമാക്കുന്ന ഒരു ഹോർമോണാണ് ഏത്? മെലാറ്റോണിൻ. ഒന്ന്. രണ്ടാമത് നമ്മൾ ഇതിന് പറയുന്നത്, ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ ഓരോ ത്രെഡ് തരും നമുക്ക്. ഇപ്പോൾ ഉറങ്ങലും ഉണരലും സാധ്യമാക്കുന്ന ഹോർമോൺ ഏതെന്ന് വെച്ചാൽ നമ്മൾ മെലാറ്റോണിനെ അവിടെ നിന്ന് പിക്ക് ഔട്ട് ചെയ്യും. അതുപോലെ നമുക്ക് ഈ മൈഗ്രേഷൻ ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ദേശാടനം. ഈ പക്ഷികളുടെ ദേശാടനവുമായി ബന്ധപ്പെട്ട് ഏത് ഹോർമോണാണ് അവരുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? ഈ മൈഗ്രേഷൻ ചെയ്യുന്ന ഏത് ഹോർമോണാണ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇത് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈഗ്രേഷൻ ഓഫ് ദ ബേർഡ്സ്, മെലാറ്റോണിൻ എന്ന് നമുക്ക് ആൻസർ പറയാം, മൈഗ്രേഷൻ ഓഫ് ദ ബേർഡ്സ്. പിന്നെ നമ്മൾ ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് മറ്റു എന്താ പറയുന്നത്, കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആനിമൽസിലെ ഈസ്ട്രസ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴി കൂവുന്നതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ ഈ ജീവതാളം എന്ന് പറയുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മെലാറ്റോണിനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, കോഴി കൂവുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് മെലാറ്റോണിൻ. പിന്നെ ഈസ്ട്രസ് സൈക്കിളുകളുണ്ട്. എല്ലാ നമ്മുടെ ചില അനിമൽസൊക്കെ ഈ ഇതിൻ്റെ റിപ്രൊഡക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡിലാണ്, ഈസ്ട്രസ് സൈക്കിളാണ്. ആ ഈസ്ട്രസ് സൈക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാനൊക്കെ മെലാറ്റോണിൻ്റെ അളവ് ആ ബോഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ മെലാറ്റോണിൻ, ഇത് രണ്ടും നമുക്ക് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ളത്. സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ്, അതുപോലെ തന്നെ മൈഗ്രേഷൻ ഓഫ് ദ ബേർഡ്സും ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഈ സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ് വീണ്ടും എടുത്താൽ ഈ ഹോർമോണിന് നമുക്ക് കുറച്ച് നിക് നെയിംസ് ഉണ്ട്. ദിസ് മെലാറ്റോണിൻ ഈസ് ഓൾസോ നോൺ ആസ് ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്നറിയപ്പെടുന്നു. ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ്. ആ സ്ലീപ്പിംഗ് വരണമെങ്കിൽ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഡാർക്ക്നെസ് വരണം. ഓക്കെ, അപ്പോൾ ഹോർമോൺ, അതാണ് ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്നറിയപ്പെടുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ്, ഹോർമോൺ ഓഫ് സ്ലീപ്പിനെസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഹോർമോൺ ഓഫ് സ്ലീപ്പിനെസ് ഏതാണ്? മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഹോർമോൺ ഓഫ് സ്ലീപ്പിനെസ് എന്നറിയപ്പെടും. ഇനി ഈ മെലാറ്റോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ അങ്ങ് കുറയാന്ന് വെച്ചാൽ there is a under production or decreasing of the amount of melatonin. മെലാറ്റോണിൻ്റെ അളവ് ബോഡിയിൽ കുറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാറ്റിക് കണ്ടീഷനാണ് നമ്മുടെ ബോഡിയിൽ. മെലാറ്റോണിൻ കുറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ എന്തായാലും നമുക്ക് ഊഹിക്കാം, എന്തായിരിക്കും? ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ലീപ്പ്ലെസ്നെസ്
ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ബോഡി ലീഡ് ചെയ്യും. അപ്പോൾ മെലാറ്റോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, മെലാറ്റോണിൻ്റെ decrease in the amount of melatonin will leads to a condition called sleeplessness. ഓക്കെ, സ്ലീപ്ലെസ് ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് ലീഡ് ചെയ്യപ്പെടും. ഇതാണ് നമ്മൾ മെലാറ്റോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ജൈവ ഘടികാരത്തിൻ്റെ ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡാണ് പിനിയൽ ഗ്ലാൻഡ്. പിനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണുകളുണ്ട്. വൺ ഈസ് മെലാറ്റോണിൻ ആൻഡ് അതർ വൺ ഈസ് സെറാറ്റോണിൻ. മെലാറ്റോണിൻ്റെ ഫംഗ്ഷൻസ് ആണ് ഇറ്റ് ഈസ് കീപ്പിംഗ് ദ 24 hours റിതം. ഇത് 24 മണിക്കൂറിൽ ഉള്ള ജീവതാളം, സർക്കാഡിയൻ റിതം എന്നാണ് പറയുന്നത്. സർക്കാഡിയൻ റിതം കീപ്പ് ചെയ്യുന്നത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. മറ്റൊന്ന് സ്ലീപ്പിംഗ് ആൻഡ് വേക്കപ്പ് പോസിബിൾ, ഉറങ്ങലും ഉണരലും സാധ്യമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് മെലാറ്റോണിൻ. അതുപോലെ തന്നെ ഈ മൈഗ്രേഷൻ ഓഫ് ദ ബേർഡ്സ്, പക്ഷികളുടെ ദേശാടനവുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോൺ ചോദിച്ചാൽ അത് മെലാറ്റോണിൻ എന്ന് നമ്മൾ പറയണം. പിന്നെ ഞാൻ എഴുതാത്ത 2 പോയിന്റ് ഉണ്ട്. ഈസ്ട്രസ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈസ്ട്രസ് സൈക്കിളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൺട്രോൾ വരുന്നത് മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ പങ്ക് അവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പോയിന്റ് പറഞ്ഞിരുന്നു, കോഴി കൂന്നുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ ഈ 24 hours റിതം ബോഡിയിൽ എന്തൊക്കെയാണ് അതെല്ലാം നമ്മുടെ മെലാറ്റോണിനുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണുകളാണ്, ബന്ധപ്പെട്ട ഫംഗ്ഷനുകളാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ തൊട്ടപ്പുറത്തൊരു ഹോർമോൺ നമ്മൾ പേര് എഴുതില്ലേ, പീനിയൽ ഗ്ലാൻഡിൻ്റെ 2ാമത്തെ ഹോർമോണാണ് സെറാട്ടോണിൻ എന്ന് പറയുന്നത്. സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തൊക്കെയാണ് സെറാട്ടോണിൻ്റെ ഫംഗ്ഷനുകൾ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ്? ഒന്ന്, സെറാട്ടോണിൻ ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഇറ്റ് ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അത് ചെയ്യുന്നത്. ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് സെറാട്ടോണിൻ്റെ ഒരു നാഡീയ പ്രേഷകമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സെറാട്ടോണിൻ ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു നാഡീയ പ്രേഷകമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സെറാട്ടോണിൻ. എന്താണ് നാഡീയ പ്രേഷകം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാഡീ വ്യവസ്ഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ഉദ്ദീപനങ്ങൾ, ചൂട്, തണുപ്പ്, മർദ്ദം, ഉദ്ദീപനങ്ങൾ വരും. അതിനെ നമ്മൾ വൈദ്യുത ആവേഗമാക്കി മാറ്റും നമ്മൾ ന്യൂറോണുകൾ. എന്നിട്ട് ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ ആവേഗങ്ങൾ ഇവിടെ എത്തുന്നത്, തലച്ചോറിലെത്തുന്നത്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ആവേഗങ്ങൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കടന്നു പോകാൻ സഹായിക്കുന്നവയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ. ഈ സെറാട്ടോണിൻ എന്ന ഹോർമോൺ അത്തരത്തിൽ ആവേഗങ്ങൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നു എന്നതാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സെറാട്ടോണിൻ ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ, അല്ലെങ്കിൽ സെറാട്ടോണിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, സെറാട്ടോണിൻ. ഇനി ഈ സെറാട്ടോണിൻ നമ്മുടെ ബോഡിയിൽ, ഇത് പ്രൊഡക്ഷൻ ഓഫ് ദ സെറാട്ടോണിൻ ഡിപ്പെൻസ് അപ്പോൺ ദ സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഈ സെറാട്ടോണിൻ. നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്, സൺലൈറ്റിൻ്റെ പ്രസൻസിലുണ്ടാകുന്ന വിറ്റാമിൻ ഡി ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സൺലൈറ്റിലാണ് ഈ സെറാട്ടോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഫ് ദർ ഇസ് എ ഡ്രോപ്പ് ഇൻ സൺലൈറ്റിൽ എന്തെങ്കിലും തരത്തിലൊരു വ്യത്യാസം നമ്മുടെ ബോഡിയിൽ വരികയാണെങ്കിൽ ദർ ഇസ് എ ഡിക്രീസിങ് ഓഫ് സെറാട്ടോണിൻ ഇൻ അവർ ബോഡിയിൽ സെറാട്ടോണിൻ്റെ എമൗണ്ട് ലോ ചെയ്തു വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോഡിയിൽ if there is a drop in സെറാട്ടോണിൻ കുറഞ്ഞാൽ സെറാട്ടോണിൻ്റെ ഡിക്രീഷൻ നമ്മുടെ ബോഡിയിൽ ലീഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ചേഞ്ച് ഇൻ മൂഡ്. അപ്പം മൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യും. അത് നമ്മൾ പറഞ്ഞ പേരുണ്ട്, എന്താണ്? ഡിപ്രഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഡിപ്രഷൻ, അതായത് സെറാട്ടോണിൻ കുറഞ്ഞാൽ നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യും. ഡിപ്രഷൻ എന്ന് പറയുന്നത്, ഡിപ്രഷൻ അറിയാമല്ലോ, ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെറാട്ടോണിൻ കുറഞ്ഞാൽ ഡിപ്രഷനും, മെലാറ്റോണിൻ കുറഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞു സ്ലീപ്ലെസ്നെസ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ ഗ്ലാൻഡ് ആയിരുന്നു പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഗ്ലാൻഡിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഹെഡ് തന്നെയാണ്. ഓക്കെ, ഹെഡിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. പീനിയൽ, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഇത് മൂന്നും ഹെഡിലാണ്. പിന്നെ നാലാമത്തെ ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്കിൻ്റെ അല്ലെങ്കിൽ ലാരിങ്സിൻ്റെ ലൊക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പീനിയൽ ഗ്ലാൻഡ് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഓക്കെ, രണ്ടാമത്തെ ഗ്ലാൻഡ് നമുക്ക് പിറ്റ്യൂട്ടറി ആയിട്ട് വരും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, സെക്കൻഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡാണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഇതിൽ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ നേരത്തെ പീനിയൽ ഗ്ലാൻഡ് ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരുണ്ട്, അങ്ങനെയായിട്ടാണ് ഗ്ലാൻഡ് അറിയപ്പെടുന്നത്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നോൺ ആസ്
മാസ്റ്റർ ഗ്ലാൻഡ്. ഓക്കെ, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡാണ്, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡാണ് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്? അതായത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഇവിടെയുള്ള ഹെഡ് ലൊക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ ഇവിടെയുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് മറ്റു എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ മറ്റ് അണ്ടോസ്രാവിക് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നതും എല്ലാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയതുകൊണ്ടാണ് ദിസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ടേംഡ് ആസ് മാസ്റ്റർ ഗ്ലാൻഡ്. ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. തൈറോയ്ഡ് ഗ്ലാൻഡാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ വഴി പഠിക്കും. പക്ഷെ എന്നിട്ട് ഇതിനെ മാസ്റ്റർ എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ആക്ഷനാണ്. ദിസ് ഈസ് കൺട്രോളിങ് ഓൾ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ഇറ്റ്സ് ഹോർമോൺസ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്. ഈ മറ്റ് അന്തസ്രാവ ഗ്രന്ഥികളെയും അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതുകൊണ്ടാണ് അതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന പേരുകൊണ്ട് നമ്മൾ ഡെനോട്ട് ചെയ്യുന്നത്, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെ നമുക്ക് നോക്കാം. ഏതൊക്കെ ഹോർമോണുകളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ഹോർമോണിനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വളർച്ചാ ഹോർമോൺ, അല്ലെ? വളർച്ചാ ഹോർമോൺ നമ്മളതിൻ്റെ ബ്രാക്കറ്റിൽ വളർച്ചാ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ എന്ന്, GH, ഗ്രോത്ത് ഹോർമോൺ. അതിൻ്റെ പേരാണ് ഞാനിവിടെ എഴുതുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന വളർച്ചാ ഹോർമോണിൻ്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ എന്നറിയപ്പെടുന്നത്. സൊമാറ്റോട്രോപ്പിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ, GH എന്ന ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ, വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. രണ്ടാമത്തെ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഹോർമോൺ. ഇതിങ്ങനെയും ചോദിക്കാൻ, പ്രൊലാക്റ്റിൻ ഏത് ഗ്ലാൻഡുമായി അസോസിയേറ്റ് ചെയ്യുന്നു? പ്രൊലാക്റ്റിൻ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗ്ലാൻഡ്? അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എൻ്റെ സെക്രീഷൻ എങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈ പ്രൊലാക്റ്റിൻ. സൊമാറ്റോട്രോപ്പിൻ ഒന്ന്, രണ്ടാമത്തേത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന സെക്കൻഡ് ഹോർമോൺ. മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഹോർമോണായിട്ട് നമ്മളിവിടെ പറയുന്നത് പ്രൊലാക്റ്റിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രോപ്പിക് ഹോർമോണുകളാണ്. ട്രോപ്പിക് ഹോർമോൺസ്. ഇപ്പോൾ സൊമാറ്റോട്രോപ്പിൻ ഫസ്റ്റ് ഹോർമോൺ, സെക്കൻഡ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, തേർഡ് വൺ ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറയുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം നടക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്റ്റിൻ, ട്രോപ്പിക് ഹോർമോൺസ് ആൻഡ് വൺ മോർ ഹോർമോൺ ഒന്നും കൂടിയുണ്ട്, നമ്മളെ ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. ല്യൂട്ടിനൈസിങ് ഹോർമോൺ ഒക്കെ ഇതിനിങ്ങനെ പറയാം. നമ്മൾ LH എന്ന് പറയുന്നത്, LH ഹോർമോൺ, ല്യൂട്ടിനൈസിങ് ഹോർമോൺ വരുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ്. നമ്മുടെ ഈ ല്യൂട്ടിനൈസിങ് ഹോർമോൺ T ആണ്. ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ല്യൂട്ടിനൈസിങ് ഹോർമോൺ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു ഹോർമോണാണ് ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ഇനി നമ്മളിതിൻ്റെ ഓരോ ഹോർമോണിൻ്റെയും ഫങ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ആദ്യം നമുക്ക് സൊമാറ്റോട്രോപ്പിനിലേക്ക് പോകാം. സൊമാറ്റോട്രോപ്പിനിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ എന്ത് ഫംഗ്ഷനാണ് നമ്മുടെ ബോഡിയിൽ സൊമാറ്റോട്രോപ്പിൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഗ്രോത്ത് ആണ്. ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്തിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോണാണ്. വളർച്ചയെ ത്വരിതപ്പെടുത്താൻ, വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ആദ്യത്തെ പോയിന്റാണ്, വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ഇനി ഈ സൊമാറ്റോട്രോപ്പിൻ വളർച്ചയെ സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പോയിന്റ്, ഈ വളരുന്ന ഘട്ടത്തിൽ, നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ, ഡ്യൂറിങ് ദ സ്റ്റേജ് ഓഫ് ഗ്രോത്തിൻ്റെ സ്റ്റേജിൽ, അതായത് കുട്ടികളിൽ എന്ന് പറയാം, കുട്ടികളിൽ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ, ദ പ്രൊഡക്ഷൻ ഓഫ് ദ സൊമാറ്റോട്രോപ്പിൻ ഈസ് ഇൻക്രീസ് ഇൻ ചൈൽഡ്, ദാറ്റ് വിൽ ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് ജൈജാൻറ്റിസം. വളർച്ചയുടെ ഘട്ടത്തിൽ കുട്ടികളിൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം, ഇതിൻ്റെ എന്താണ്, ഓവർ പ്രൊഡക്ഷൻ of somatotropin in child will leads to a condition called gigantism എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ജൈജാൻറ്റിസത്തിലേക്ക്, അതായത് ഭീമാകാരത്വം എന്ന് മലയാളത്തിൽ പറയും.
വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കുട്ടികളിൽ, അതായത് വളർച്ചാ ഘട്ടം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ പൊക്കം കൂടി വണ്ണം കൂടിയിട്ട് ഭീമാകാരത്വം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ജൈജാൻഡിസത്തിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ വിൽ ലീഡ്സ് ടു ജൈജാൻഡിസ്. ഇനി നേരെ തിരിച്ച് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ അണ്ടർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിക്രീസിങ്. ഓക്കെ, അണ്ടർ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിന്റെ അണ്ടർ പ്രൊഡക്ഷൻ അത് ഡിക്രീസ് ചെയ്യുക, കുറഞ്ഞാൽ സൊമാറ്റോട്രോപ്പിൻ എന്ന വളർച്ചാ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കുട്ടികളിൽ വളർച്ചയുടെ ഘട്ടത്തിൽ കുറഞ്ഞു പോയാൽ, കുട്ടികളിൽ അത് കുറഞ്ഞാൽ മറ്റൊരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. പൊക്കം കുറഞ്ഞിട്ടുള്ള നമ്മുടെ ഡ്വാർഫിസത്തിലേക്ക് ലീഡ് ചെയ്യും. ദ്വാർഫിസം അല്ലെ, നമ്മുടെ വാമനത്വം എന്നാ പറയുന്നത്, കുള്ളന്മാരായി തീരുന്നൊരവസ്ഥ ദ്വാർഫിസം എന്നറിയപ്പെടും. ഇപ്പൊ ജൈജാൻഡിസം ഭീമാകാരത്വം, സൊമാറ്റോട്രോപ്പിൻ കൂടിയാൽ വളർച്ചയുടെ ഘട്ടത്തിൽ കുട്ടികളിൽ അത് കൂടിയാൽ ജൈജാൻഡിസം ഭീമാകാരത്തിൽ കഴിയുന്നു. അതിൻ്റെ അളവ് കുറഞ്ഞാൽ അണ്ടർ പ്രൊഡക്ഷൻ വരുമ്പോൾ അത് ഡ്വാർഫിസം വാമനത്വത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇനി വളർച്ചയുടെ ഘട്ടമൊക്കെ കഴിഞ്ഞ്, അതായത് അഡൾട്ടില് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നു, അഡൾട്ടില് ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ ഓവർ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻ അഡൾട്ട്, അഡൾട്ടില് മുതിർന്നവരിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അവരുടെ അഗ്രഭാഗങ്ങൾ മാത്രം വളരും. അതായത് നമ്മൾ ഈ ഹെഡിന്റെ സൈസ് കൂടും, മുഖാസ്ഥികൾ ഇങ്ങനെ വിരൂപമായിട്ട് വരും, മുഖാസ്ഥികൾ വളരും, കൈവിരലുകൾ വളരും, അങ്ങനെ ഒരു ശരീരം ഒരു വിരൂപനായിട്ട് ഒരു അഗ്ലിയായിട്ട് മാറുന്ന ഒരു സ്റ്റേജിലേക്ക് ബോഡി എത്തും. അങ്ങനെ അഡൾട്ടിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കൂടുമ്പോൾ അവരുടെ ബോഡി എത്തി നിൽക്കുന്ന ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് അക്രോമെഗാലി എന്നറിയപ്പെടുന്ന ഒരു കണ്ടീഷൻ. അക്രോമെഗാലി എന്നറിയപ്പെടുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് തുടങ്ങിയത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ഓൾസോ നോൺ ആസ് ദ മാസ്റ്റർ ഗ്ലാൻഡ് because it controlling all other endocrine glands and its hormone production. അതുകൊണ്ടാണ് അതിനെ എങ്ങനെ വിളിക്കുന്നത്, എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ മാസ്റ്റർ ഗ്ലാൻഡ് ആയിട്ട്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മറ്റ് ഹോർമോണുകളാണ്, ഒന്ന് സൊമാറ്റോട്രോപ്പിൻ, രണ്ട് നമ്മൾ പറഞ്ഞ പ്രൊലാക്റ്റിൻ, മൂന്ന് നമ്മുടെ ട്രോപ്പിക് ഹോർമോൺസ്, നാലാമത്തെ നമ്മുടെ LH ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്ന പേരിൽ നമ്മളൊരു ഹോർമോൺ അവിടെ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഹോർമോൺ അല്ല, സൊമാറ്റോട്രോപ്പിന്റെ ഫംഗ്ഷൻ ഡീറ്റെയിലാണ് നമ്മൾ പറഞ്ഞത്. സൊമാറ്റോട്രോപ്പിൻ വളർച്ച ഹോർമോണാണ്, വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അതുപോലെ തന്നെ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുട്ടികളിൽ വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ അമിതമായി ഉൽപ്പാദിപ്പിച്ചാൽ, കുട്ടികളിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അത് ഹൈറ്റ് കൂടി വെയിറ്റ് കൂടുന്ന ഒരു ഭീമാകാരത്വം ജൈജാൻഡിസം എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. സൊമാറ്റോട്രോപ്പിൻ കൂടിയ ജൈജാൻഡിസം. എന്നാൽ സൊമാറ്റോട്രോപ്പിൻ വളർച്ചയുടെ ഘട്ടത്തിൽ കുട്ടികളിൽ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞാൽ, അണ്ടർ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്വാർഫിസം എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും, ഡ്വാർഫിസത്തിലേക്ക് ലീഡ് ചെയ്യും. ഇനി സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അഡൽട്ടിൽ, മുതിർന്നവരിലാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നതെങ്കിൽ അത് അക്രോമെഗാലി എന്ന് പറഞ്ഞ അഗ്ലി എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്, വിരൂപനായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അക്രോമെഗാലി എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് ഒരു ഹോർമോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇനി സൊമാറ്റോട്രോപ്പിൻ കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ ഹോർമോണിലേക്ക് നമ്മൾ വരുന്നു. രണ്ടാമത്തെ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോണാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളിൽ അതിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ജൈജാൻഡിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടികളിൽ അതിൻ്റെ അണ്ടർ പ്രൊഡക്ഷൻ, അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ ഡ്വാർഫിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അഡൽട്ടിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ, അഡൽട്ടിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അക്രോമെഗാലി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മുതൽ ലീഡ് ചെയ്യുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സെക്കൻഡ് ഹോർമോൺ ആണ് നമ്മൾ പറഞ്ഞ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. പ്രൊലാക്റ്റിൻ ഈ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, എന്താണ്, ല്യൂട്ടോട്രോപ്പിക് ഹോർമോൺ, LTH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാ, LTH എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ഇത് പ്രൊലാക്റ്റിൻ. ല്യൂട്ടോട്രോപ്പിക് ഹോർമോൺ ആണ് അതിന്, എന്നാണ് അതിന്റെ ഫുൾ ഫോം. ല്യൂട്ടോട്രോപ്പിക് ഹോർമോൺ ആണ്, LTH ആണ് പ്രൊലാക്റ്റിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ. പ്രൊലാക്റ്റിൻ, LTH. ഇനി എന്താണ് പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ? പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ നമുക്കിവിടെ എഴുതുന്നുണ്ട്. ഫംഗ്ഷൻ ഓഫ് ദ പ്രൊലാക്റ്റിൻ ഈസ് മിൽക്ക് പ്രൊഡക്ഷൻ ആണ് പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ. പാൽ ഉൽപാദനമാണ്. പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് സെക്രേറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്.
പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ. പ്രൊലാക്റ്റിൻ്റെ ബ്രാക്കറ്റ് അതിൻ്റെ പേരുണ്ട്. LTH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൊലാക്റ്റിൻ നമുക്ക് പറയാം. ല്യൂട്ടോട്രോപ്പിക് ഹോർമോണാണ്. ല്യൂട്ടോട്രോപ്പിക് ഹോർമോണാണ്. പാൽ ഉൽപ്പാദനമാണ് അതിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പാൽ ഉൽപ്പാദനം മാത്രമേ പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ഹോർമോൺ നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ്? ട്രോപ്പിക് ഹോർമോണുകളായിട്ട് നമ്മൾ പഠിച്ചത് ട്രോപ്പിക് ഹോർമോണുകൾ. ഈ ട്രോപ്പിക് ഹോർമോൺസ് എന്താണ്? ട്രോപ്പിക് ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഒരുപാട് ട്രോപ്പിക് ഹോർമോണുകൾ വരുന്നുണ്ട്. അതായത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്ലാൻഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പം തൈറോയ്ഡ് ഗ്ലാൻഡിന് അതിൻ്റെ തൈറോക്സിൻ എന്ന ഹോർമോൺ തൈറോക്സിൻ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് അതിൻ്റെ ട്രോപ്പിക് ഹോർമോൺ പോകണം. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ട്രോപ്പിക് ഹോർമോണാണ്. ഇത് ഇങ്ങനെ TSH ഒരു ട്രോപ്പിക് ഹോർമോണാണ്. TSH ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ട്രോപ്പിക് ഹോർമോണിന് ഒരു എക്സാമ്പിളാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ, അതാണ് മീനിങ് വരുന്നത്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു ട്രോപ്പിക് ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ഒരു ട്രോപ്പിക് ഹോർമോണായിട്ടുള്ള TSH സെക്രീറ്റ് ചെയ്താലേ തൈറോയിഡ് ഗ്ലാൻഡിന് എന്താണ് ആക്ടിവേറ്റ് ആവാനും അതിൻ്റെ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യിപ്പിക്കാനും പറ്റുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ ട്രോപ്പിക് ഹോർമോൺ. TSH ഒരു ട്രോപ്പിക് ഹോർമോണാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ രണ്ടാമത്തെ ഒരു ട്രോപ്പിക് ഹോർമോൺ നമ്മളെ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ACTH. TSH ഒന്ന്, ACTH മറ്റൊന്ന്, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അപ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിന് നമ്മളിന്ന് പഠിക്കും, അഡ്രീനൽ ഗ്ലാൻഡിന് അതിൻ്റെ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യണമെങ്കിൽ ACTH പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരണം. അത് വരണം. ഓക്കെ, അപ്പോഴാണ് ACTH പോകും. പിന്നെ നമുക്ക് വേറെ ഒന്നൊരു ട്രോപ്പിക് ഹോർമോണിനെ കുറിച്ച്, മൂന്നാമത്തെ ട്രോപ്പിക് ഹോർമോൺ നമ്മൾ ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ GTH എന്ന് പറഞ്ഞാൽ ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ. ഇത് 3 ട്രോപ്പിക് ഹോർമോണുകളാണെന്ന് പറഞ്ഞത്. ഒന്ന് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോൺ ഒന്ന് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡിന്റെ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വരണം, TSH വരണം, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരണം. പിന്നെ ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ആണ്. ഈ അഡ്രീനൽ ഗ്ലാൻഡിന് സ്റ്റിമുലേറ്റ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ അതിന്റെ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുമ്പോൾ ACTH പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ACTH എന്ന ട്രോപ്പിക് ഹോർമോൺ വരണം. മറ്റൊരു ട്രോപ്പിക് ഹോർമോണാണ് GTH, ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ. ഈ ഗൊണാഡോട്രോപ്പിക് എന്ന നമ്മൾ ഗൊണാഡുകളുണ്ട്. നമ്മൾ ഓവറി, ഫീമെയിൽസിലാണെങ്കിൽ ഓവറി എന്ന് പറയും, മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസോൾ, 2 ഗൊണാഡുകൾ. ഈ ഗൊണാഡുകൾക്ക് അതിൻ്റെ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യണമെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതുമായി ബന്ധപ്പെട്ട ട്രോപ്പിക് ഹോർമോണാണ് GTHനെ, ഗൊണാഡോട്രോപ്പിക് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യിക്കണം. ഇതാണ് ട്രോപ്പിക് ഹോർമോണുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ട്രോപ്പിക് ഹോർമോണുകൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, TSH, ACTH ആൻഡ് GTH. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇവിടേക്ക് വരുന്നത് ACTH, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. മൂന്നാമത് ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ, ഗൊണാഡുകളുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഹോർമോൺ നമ്മൾ പറഞ്ഞു ഏതാണ്? ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് LH ഹോർമോൺ, ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ഈ ല്യൂട്ടിനൈസിങ് ഹോർമോണിന്റെ ഫംഗ്ഷൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള